മാധ്യമങ്ങൾ ചിലപ്പോഴൊക്കെ ജനങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട്. ഒരു പരിധിവരെ ഉണ്ടാക്കി വെക്കുന്നത് തന്നെയാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ വ്ളോഗേഴ്സിനെ പോലും വാർത്താ മാധ്യമമാണെന്ന് തെറ്റിദ്ധരിക്കാറും, ഈ ഫോണും കൊണ്ട് നടക്കുന്ന അവരൊക്കെ എന്ത് കാര്യമാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും കേൾക്കേണ്ടി വരാറുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി ഫസ്റ്റ് വണിന് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചാണ് ഫസ്റ്റ് വൺ ആദ്യം മുതൽ തന്നെ വാർത്തകൾ ചെയ്തു തുടങ്ങിയത്. തീരെ അരികുവൽക്കരിക്കുന്നവരുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് ഇത്രയും നാള് ആ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പോൾ കരിയാപ്പില് ഇവരുടെ ഒരു സന്തോഷം നമ്മൾ കണ്ടു. കൂടാതെ കഴിഞ്ഞ ദിവസം നമ്മള് നിസ്വ എന്ന് പറയുന്ന ഒരു വനിതാ കൂട്ടായ്മയുടെ ഒരു വാർത്ത തൃക്കരിപ്പൂർ വടക്കേക്കോവിലിൽ പോയി ചെയ്തിരുന്നു. ഒരു ദിവസം മാത്രം ഉപയോഗിക്കുന്ന കല്യാണ വസ്ത്രങ്ങളൊക്കെ നിസ്വയെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് ഈ വസ്ത്രങ്ങളൊക്കെ ഒരു രൂപ പോലും വാങ്ങിക്കാതെ നൽകുന്ന ഒരു കൂട്ടായ്മയായിരുന്നു. ആ ഒരു വാർത്ത ഫസ്റ്റ് വണ്ണിലൂടെ വന്നപ്പോൾ നമ്മുടെ ആ വാർത്ത കണ്ട് അത് വിശ്വസിച്ച് തിരുവനന്തപുരത്ത് നിന്ന് വരെ കുടുംബമായി വന്ന് കുട്ടിക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളും ആ വീട്ടുകാർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളും ഒക്കെ എടുത്ത് മടങ്ങി എന്ന് നിസ്വയിലെ നമ്മുടെ കൂട്ടായ്മയിലെ ആളുകൾ നമ്മളെ വിളിച്ചു പറഞ്ഞ ഒരു സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് നിന്നും കുട്ടിയും അവരുടെ കുടുംബവും വന്ന് നിസ്വയിലെത്തി വിവാഹ വസ്ത്രങ്ങളൊക്കെ വാങ്ങി മടങ്ങിയ ഒരു സന്തോഷമുണ്ടായിരുന്നു. നമ്മുടെ ഗോപിയേട്ടന്റെ ഒരു വാർത്ത ചെയ്തിരുന്നു. ഈ കരിയപ്പനൊക്കെ അടുത്ത പ്രദേശത്ത് തന്നെയാണ്, ആലപ്പടമ്പ് തന്നെയായിരുന്നു. ഗോപിയേട്ടന്റെ വീടിന് മുന്നിലൂടെ KSEBിയുടെ ഒരു ലൈൻ കേൾക്കാം പാകത്തിന് വളരെ താഴ്ന്ന്, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണ് ഗോപിയേട്ടൻ്റെത്. അങ്ങനെ പോകുന്നൊരു ഒരു വാർത്ത ഫസ്റ്റ് വണ്ണിലൂടെ പുറത്തു വന്നിരുന്നു. എത്രയോ വർഷങ്ങളായി, 5 വർഷത്തിന് മേലെയായി ലൈഫ് മിഷനിലൂടെ കിട്ടിയ ഒരു വീട്ടിലാണ് ഗോപിയേട്ടൻ താമസിക്കുന്നത്. അന്നു മുതൽ അദ്ദേഹം ഈ ഒരു KSEBിയോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഈ ലൈൻ ഒന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴൊന്നും നടക്കാത്ത ആ ഒരു കാര്യം നമ്മുടെ വാർത്തയിലൂടെ വന്നതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ലൈൻ മാറ്റി നൽകാമെന്ന് KSEB പറയുകയും ആളുകൾ വന്ന് ലൈൻ മാറ്റിക്കൊടുത്തു എന്നുള്ള വലിയ സന്തോഷം ഗോപിയേട്ടൻ നമ്മളെ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രേക്ഷകരിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ വാർത്ത ചെയ്തവരിൽ നിന്നും കിട്ടുന്ന ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് നമ്മുടെ ഊർജം. ഇനിയും ഇനിയും മറ്റ് ആളുകളുടെ വിമർശനത്തിൽ നിന്നും ആരും അതീതരൊന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ഈ സൊസൈറ്റിയോട് നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ഫസ്റ്റ് വണ്ണിലൂടെ കഴിയുന്നു എന്നുള്ളത് വലിയ ആത്മാഭിമാനവും അതുപോലെ സന്തോഷവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. നന്ദി.